Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവരും ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ വർക്ക് ആൻഡ് മാനേജ് ഫങ്ഷൻസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. എല്ലാവരും വായിച്ചു നോക്കിയിരുന്നോ എടുത്തതൊക്കെ? ക്ലിയർ ആണ് അല്ലെ? എടുത്തോട്ടോളം നിങ്ങൾ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്തോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയറാണ്. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത് കസ്റ്റമർ സർവീസ് അല്ലേ? അത് അവിടെ വരെയാണ് എടുത്തു നിർത്തിയത് അല്ലേ? കസ്റ്റമർ സർവീസിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് വാട്ട് ഈസ് CR. CR തുടങ്ങിയല്ലേ എടുക്കേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് CR എന്നുള്ളത് മനസ്സിലാക്കാം. അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തി ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും കസ്റ്റമേഴ്സിൽ നിന്നെല്ലാം വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത് അല്ലെ. പൊതുവെ എന്താണ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എന്താണ് CR എന്ന് പറയുമ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. എന്താണ് പറയുന്നത്? അവിടെ ആ ഒരു മാനേജ്മെന്റും ആ പേഷ്യന്റും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത് CRM എന്ന് പറയുന്നത്. CRM-ത്തിലൂടെയാണ്, അതായത് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് രോഗികളിൽ നിന്ന് അല്ലെങ്കിൽ പേഷ്യൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൽ നിന്നെല്ലാം വിവരങ്ങളെല്ലാം ചോദിച്ചറിയുന്നത്, അതിൽ റെക്കോർഡ് ചെയ്യുന്നത്, ദെൻ എന്താണ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ ഹോസ്പിറ്റലിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്നതും ഈ വിവരങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ CR എന്നുള്ളത് എന്താണ്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അബ്രിവേഷൻ തന്നെ നോട്ട് ചെയ്യുക, CRM. അത് എന്താണ്? പൊതുവെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. CRM സ്റ്റാൻഡ്സ് ഫോർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. CRM സ്റ്റാൻഡ്സ് ഫോർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. As the name indicates, CRM software is a system for managing relationships with the customers. അതായത് കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെ, അത് നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് CRM എന്ന് പറയുന്നത് അല്ലെ. അവിടെയുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ വരുന്ന കസ്റ്റമേഴ്സും തമ്മിലുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് CRM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയറിലൂടെയാണ് ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫ് കസ്റ്റമേഴ്സിൽ നിന്നെല്ലാം വിവരങ്ങളെല്ലാം തന്നെ കളക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എന്താണ് CR എന്നുള്ളത് ക്ലിയർ ആയോ? ആണോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ദ ഹെൽത്ത് കെയർ CR? ഓക്കെയാണ്. അപ്പോ നമ്മൾ ആ ഒരു അബ്രിവേഷൻ മാർക്ക് ചെയ്യാം. മിക്കപ്പോഴും കാണാറുണ്ട്. എന്താണ് വാട്ട് ഈസ് ഹെൽത്ത് കെയർ CR? ഹെൽത്ത് കെയറിലെ ഈ ഒരു CRത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ക്യാൻ മാനേജ് എ complete database on patient that are recorded securely and cannot be accessed by third parties. എന്താ അവിടെ എടുത്ത് പറയുന്നത്? അത് സുരക്ഷിതമായിട്ട് തന്നെ ഈ പേഷ്യൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കൊടുക്കുന്ന വിവരങ്ങളെല്ലാം എൻട്രി ചെയ്യുന്നുണ്ട്. മറ്റൊരു തേർഡ് പാർട്ടിക്ക് ആക്സസ് ചെയ്യാത്ത വിധം അല്ലെ, അവർക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ തന്നെയാണ് റെക്കോർഡ്സിലേക്കൊക്കെ എൻട്രി ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന അല്ലെ അത്തരത്തിലുള്ള എല്ലാ ഇൻഫോർമേഷൻസും തീർച്ചയായിട്ടും ആ ഒരു ഇൻഫോർമേഷൻ അത് മാനേജ് ചെയ്യുന്നത് അല്ലെ, ഒരു മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ക്യാൻ മാനേജ് എ കംപ്ലീറ്റ്, പ്രധാനമായിട്ട് എടുത്ത് പറയുന്നുണ്ട് എന്താണ്? പൂർണ്ണമായ വിവരങ്ങൾ അല്ലെ, ഒരു കസ്റ്റമർ ആയിട്ടുള്ള പേഷ്യൻസ് കൊടുക്കുന്ന എല്ലാ വിവരങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല അത്
തേർഡ് പാർട്ടീസ്, അതായത് മൂന്നാമതൊരാൾക്ക് അത് മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു രീതി അവിടെ അവലംബിക്കുന്നില്ല. ഞങ്ങൾ ലാസ്റ്റ് ഈ ചാപ്റ്ററിലേക്ക് ലാസ്റ്റില് PHI എന്ന് പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ കാണാം. അതായത് മറ്റു തേർഡ് പാർട്ടീസിൽ നിന്നും അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്ക്, അല്ലെ ഇവിടെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റ് വ്യക്തികളല്ലാത്ത വിധത്തിലുള്ള വ്യക്തികൾക്കൊന്നും അത് എന്താണ് യൂസ് ചെയ്യാനായിട്ട്, അതായത് എൻട്രി ചെയ്യുന്ന വിവരങ്ങളൊന്നും സാധാരണ രീതിയിൽ നോർമലി ആയിട്ട് വായിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അത്രയും സെക്യൂർ ആയിട്ട് തന്നെയായിരിക്കും പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വിവരങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് പേജ് നമ്പറൊക്കെ നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യുക. കാരണം നമ്മുടെ കയ്യില് അത് നിങ്ങളുടെ കയ്യിലെ നോട്ട്സിന്റെ ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പൊ എന്താ പറയണേ, ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ക്യാൻ മാനേജ് എ കംപ്ലീറ്റ് ഡാറ്റാബേസ് ഓൺ പേഷ്യൻസ് that are recorded securely and cannot be accessed by third parties. മൂന്നാമതൊരു കൂട്ടർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത വിധത്തില് സുരക്ഷിതമായിട്ട് എല്ലാ തരത്തിലുള്ള പേഷ്യൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കൊടുക്കുന്ന എല്ലാ ഡാറ്റാസും അവിടെ സുരക്ഷിതമായിട്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ മാനേജ് ചെയ്യുന്ന ഒരു എന്താണ് ഒരു ഹെൽത്ത് കെയർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്, CRM എന്ന് പറയുന്നത്. ഇനി വീണ്ടും നമുക്ക് നോക്കാം. The CRM medical software can easily provide the information required to the patient through text, phone calls or email from anywhere at any time. അതായത് ഏത് സമയത്ത് വേണമെങ്കിലും എവിടെ നിന്നാണെങ്കിലും പേഷ്യൻസിന് അല്ലെ ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മളൊരു അല്ലെ എൻക്വയറിയിലേക്ക് നമ്മളൊരു നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു നമ്മുടെ അല്ലെ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ആയിട്ടുള്ള ആ നമ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടാവോ, ഈ ടൈമിൽ ഉണ്ടാവോ, നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുമോ, അല്ലെ ഏത് വിവരവും ഏത് പ്ലേസിൽ നിന്നാണെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ചോദിച്ച് നമ്മുടെ കാര്യങ്ങൾ അല്ലെ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അല്ലെ the CRM medical software can easily provide the information required to the patient. അല്ലെ പേഷ്യന്റ് എന്താണ് ആവശ്യപ്പെടുന്നത് ആ ആവശ്യപ്പെടുന്നതനുസരിച്ച് അത് എവിടെ നിന്നാണെങ്കിലും മെയിലായിട്ടാണെങ്കിലും ഫോൺ കോൾ ആയിട്ടാണെങ്കിലും ഏത് രീതിയിൽ ആവശ്യപ്പെട്ടാലും കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഈ CRM സോഫ്റ്റ്വെയർ വഴി അവർക്ക് ലഭ്യമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Furthermore, this information can also be used by hospitals to keep them informed on personalized care as a type of a marketing measure. അതായത് മാർക്കറ്റിംഗ് മെഷർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലും അവരുടെ പേഷ്യൻസിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെ മെഷർ ചെയ്തിരിക്കേണ്ടതുണ്ട്. എത്ര പേഷ്യൻസ് ഉണ്ട്, ഡയാലിസിസ് സെന്ററിലേക്ക് എത്ര പേഷ്യൻസ് വരും, അല്ലെങ്കിൽ എത്ര പേര് ഇന്ന ഡോക്ടേഴ്സിന് ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലും അല്ലെ സ്കാനിങ്ങോ എന്ത് സംഭവമാണെങ്കിലും അവർക്കൊരു മെഷർമെന്റ് എടുക്കണം, അളവെടുക്കണം അല്ലെ, എത്രത്തോളം പേരുണ്ട് അതിനനുസരിച്ചിട്ട് എല്ലാ സംഭവങ്ങളും അവിടെ അവൈലബിൾ ആക്കിയിരിക്കണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും അത് ഇൻഡിവിജ്വലി ഓരോ പേഷ്യന്റിനെയും ബേസ് ചെയ്ത് തന്നെ ഹോസ്പിറ്റലിനെ കാത്തു സൂക്ഷിക്കാനായിട്ടും ഈ ഒരു CRM എന്ന സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. Furthermore, this information can also be used by hospitals to keep them informed on personalized care as a type of marketing measure. Okay, clear ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ 1-2 പോയിന്റ്സുകൾ കഴിഞ്ഞു. നമ്മുടെ ഹോസ്പിറ്റലിലെ അല്ലെ വ്യക്തികൾക്കാണെങ്കിലും കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിന് അവരുടെ ഉപയോഗം നേടിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് ഹോസ്പിറ്റലിനാണെങ്കിലും മാർക്കറ്റിംഗ് മെഷറൊക്കെ ഈ ഒരു CRM സോഫ്റ്റ്വെയർ കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. Then CRM in healthcare not only stores the patient's contact information, but it also gives a comprehensive overview of their medical history, appointments and prescriptions. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഓരോ കസ്റ്റമർ അതായത് പേഷ്യൻസിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് മാത്രമല്ല CRM-ലൂടെ കളക്ട് ചെയ്യുന്നത്. മൊത്തത്തിൽ എന്താണ് മെഡിക്കൽ ഹിസ്റ്ററിയും മറ്റു അപ്പോയിന്റ്മെന്റ്സിന്റേതായിട്ടുള്ള കുറെ കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസുകൾ അല്ലെ, ഇൻ കേസ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലൊക്കെ അവർ എന്താണ് സർവീസ് നേടിയിട്ടുണ്ടാവും. അങ്ങനെ മറ്റു തരത്തിലുള്ള എല്ലാ ഇൻഫോർമേഷൻസും എന്താണ് CRM ഫുൾഫിൽ ചെയ്യുമ്പോൾ അല്ലെ അത് ഫില്ലപ്പ് ചെയ്യുമ്പോൾ തന്നെ പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്ത് അതിൽ രേഖപ്പെടുത്തും അല്ലെ. ആ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പേഷ്യൻസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ
അവരുടെ ജനറൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രമല്ല മറ്റു തരത്തിലുള്ള എന്തെങ്കിലും അല്ലെ ഡിസീസുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററിയും കൂടി അല്ലെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇതില് ഉൾപ്പെടുത്തിയിരിക്കും എന്നുള്ളതാണ്. Okay, then next നോക്കാം. As well, in short, the availability of a medical CRA helps the healthcare industry to offer instant services, solutions, and to improve the overall performance of the hospitals. നമ്മൾ കണ്ടു എന്താണ് ഈ പേഷ്യൻസ് അല്ലെ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ അല്ലെ ചിലപ്പോഴൊക്കെ നമുക്കറിയാം ചില വൈകാരികളൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരുപക്ഷെ പേഷ്യൻസിന് കസ്റ്റമേഴ്സിനൊക്കെ കൃത്യമായിട്ട് എവിടെയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുക എന്ന് മനസ്സിലാവില്ല അല്ലെ. ഏത് ഡോക്ടറെ കാണണം, ഏത് ഡിപ്പാർട്ട്മെന്റിനെയാണ് സമീപിക്കേണ്ടതൊന്നും കൃത്യമായിട്ട് തന്നെ അവർക്ക് അറിയണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും CRM അല്ലെ അത് ഫില്ലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പകർന്നു കൊടുക്കാനായിട്ട് അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിന് എത്രത്തോളം നല്ല ഫെസിലിറ്റീസ് ഉണ്ട് എന്ന് കൃത്യമായിട്ടും അവർക്ക് അല്ലെ ഓരോ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ടും ഇതൊരു വ്യവസായ സംരംഭം എന്ന നിലയിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു CRM സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. വീഡിയോ പാരഗ്രാഫ് എന്താന്നുള്ളത് CRMത്തിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് പോലെയുള്ള കാര്യങ്ങളാണ്. എന്നാലും മെയിൻ അഡ്വാൻറ്റേജസ് താഴേക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം. എവിടെയെങ്കിലും മാർക്കറ്റിംഗ് മെഷർ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് മെഷർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ അപ്പോയിന്റ്മെന്റ്സ് വരുമല്ലോ. ഹോസ്പിറ്റലിലെ പേഷ്യൻസ് എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻക്വയറിയിൽ ചോദിച്ച് കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ അവര് വരുന്നത് ചിലപ്പോൾ സ്കാനിങ് സെന്ററിന്റെ അല്ലെ എന്തെങ്കിലും ഫെസിലിറ്റി നേടിയെടുക്കാനായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോഴെങ്കിൽ എന്തെങ്കിലും അല്ലെ ഡയാലിസിസും കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവരായിരിക്കാം. ചിലപ്പോൾ ഡോക്ടറിന്റെ കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട് വരുന്നവരായിരിക്കും. വ്യത്യസ്ത സേവനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും കസ്റ്റമേഴ്സ് എന്താണ് ഫ്രണ്ട് ഓഫീസിൽ സമീപിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഫ്രണ്ട് ഓഫീസിൽ രേഖപ്പെടുത്തുന്ന ഇവരുടെ രജിസ്ട്രേഷനും കാര്യങ്ങൾക്കും അടിസ്ഥാനത്തിലായിരിക്കും മറ്റു ഡിപ്പാർട്ട്മെന്റിലും ഇന്ന സാധനങ്ങൾ ഇവിടെ വേണം അല്ലെ. ഓരോ നമുക്കറിയാം ഫ്രണ്ട് ഓഫീസിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള അല്ലെ ഇന്ന ഡോക്ടറിന് ഇത്രയും പേഷ്യന്റ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പൊ തന്നെ മെസ്സേജുകൾ പാസ് ഔട്ട് ആവും അല്ലെ. അതുകൊണ്ട് തന്നെ അവർക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഇത്രയും പേഷ്യൻസ് ഇവിടെയുണ്ട്, ഇത്രയും എക്യുപ്മെന്റ്സ് ഇവിടെ ആവശ്യമാണ്, ഇത്രയും ഡയാലിസിസ് പ്രോസസ്സിൽ ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ്, അല്ലെങ്കിൽ സ്കാനിങ് സെന്ററിൽ ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പൊ ആ മാർക്കറ്റിംഗ് മെഷർമെന്റ് എടുക്കാനായിട്ടും ഈ സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കുമെന്നുള്ളത് ക്ലിയർ ആയോ? വായിച്ചു നോക്കാം. കാണാൻ പറ്റുന്നില്ല, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. എല്ലാവർക്കും അങ്ങനെയാണോ? പറയുന്നുണ്ട് എന്തെങ്കിലും നെറ്റ് ഇഷ്യൂസ് ആയിരിക്കും. ഉണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. ആണോ? കണ്ടിന്യൂ ചെയ്യാലോ? നെക്സ്റ്റ് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ഹെൽത്ത് കെയർ CRM നമ്മൾ കണ്ടു. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ്. അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലെ. കുറച്ച് ഗുണങ്ങളൊക്കെ ഇത്തരം സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്താണ് പേഷ്യൻസിനും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഹോസ്പിറ്റലിനും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്.
അത് മാത്രമല്ല പുറത്ത് നല്ല ഹോസ്പിറ്റലാണ് അല്ലെ, നല്ല സേവനം നൽകുന്ന ഹോസ്പിറ്റലാണെന്ന് അറിയിക്കത്തക്ക വിധത്തിലുള്ള പലതരത്തിലുള്ള ഗുണങ്ങളും ഈ CRM സോഫ്റ്റ്വെയർ കൊണ്ട് സാധ്യമാണ് അല്ലെ. രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ വിവരങ്ങൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അല്ലെ, ഡിപ്പാർട്ട്മെന്റിലേക്കും പേഷ്യൻസിലേക്കും എല്ലാവരിലേക്കും ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ഔട്ട് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അഡ്വാൻറ്റേജസ് തന്നെയാണ് പഠിക്കാനുള്ളത്. എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്? കോംപ്രിഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ can do all the tasks in a relation with the managing appointments. അപ്പൊ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെ, നമുക്കറിയാം ഏത് ഡോക്ടറെ കാണണമെന്ന് എല്ലായ്പ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അല്ലെങ്കിൽ എന്ത് സേവനം നേടിയെടുക്കണമെന്ന് കൃത്യമായ ഒരു ധാരണ ഒരുപക്ഷെ ചിലർക്ക് ഉണ്ടായെന്ന് വരില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അപ്പോയിന്റ്മെന്റ്സുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ടാസ്കുകൾ അല്ലെ, എന്തെങ്കിലും കടമ ചിലപ്പോൾ ഒരു പക്ഷെ എന്താണ് വളരെ കൃത്യതയില്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ ആരോടൊക്കെ ചോദിക്കണം എന്നൊക്കെ ഒരുപാട് ജിജ്ഞാസയോടൊക്കെ ആയിരിക്കും പേഷ്യൻസ് വരുന്നത്. അപ്പൊ അവർക്ക് അത്തരത്തിലുള്ള എല്ലാ പ്രോബ്ലംസുകളും എല്ലാം ദൂരീകരിക്കാനായിട്ട് ഈ ഒരു ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫിന്റെ ഇത്തരത്തിലുള്ള CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുമ്പോൾ അത് മാറ്റിക്കളയാനായിട്ട് സാധിക്കും അല്ലെ. കോംപ്രിഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ക്യാൻ ഡു ഓൾ ദ ടാസ്ക് ഇൻ റിലേഷൻ വിത്ത് മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ്. അപ്പോയിന്റ്മെന്റ്സിന്റെ ആ ഒരു പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ടാസ്കുകളെല്ലാം തന്നെ തരണം ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സമഗ്രമായ എന്നുള്ളതാണ്. കോംപ്രിഹെൻസീവ് എന്ന് വെച്ചാൽ സമഗ്രമായ പേഷ്യൻസ് അല്ലെ, പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. നമുക്കറിയാം ഒരു ചെറിയ കാര്യങ്ങൾ മാത്രമല്ല, മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. സമഗ്രമായ വിശകലനം എന്നൊക്കെ പറയില്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. A hospital or a private practice has many departments that must work in an agreement to provide the best patient experience. അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് കടന്നു വരുമ്പോൾ അവർക്ക് നല്ല സേവനം പ്രദാനം ചെയ്യണം, എന്നാൽ മാത്രമാണ് ഹോസ്പിറ്റലിന്റെ അല്ലെ കുറച്ചും കൂടി വളർച്ചയ്ക്ക് സാധ്യമാകുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനങ്ങൾ അവർക്ക് ലഭ്യമാക്കണം അല്ലെ. ഒരു ഡോക്ടറെ കാണുക മാത്രമായിട്ടായിരിക്കില്ല ഓരോ പേഷ്യൻസും വരിക. അവരുടെ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് എന്താണ് തൃപ്തികരമായിട്ടുള്ള കാര്യങ്ങൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യണം. പക്ഷെ അത് ചിലപ്പോൾ ലാബിന്റെ സർവീസിൽ നിന്ന് ആവശ്യമായിട്ട് വരാം, ചിലപ്പോൾ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരാം, ചിലപ്പോൾ ഡോക്ടറിനെ കണ്ട് അത് ഫർദർ ആയിട്ടുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും വരാം. ഇൻ കേസ് നമ്മൾ ചോദിക്കുമ്പോഴല്ലേ അവരുടെ പേഷ്യൻസ് വരുമ്പോൾ ഇൻ കേസ് എന്താണ് സർജറിയുടെ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ സർജറി ചെയ്യാനായിട്ടുള്ള സാധ്യമായിട്ടുള്ള വിശേഷം അല്ലെ കാര്യങ്ങളെല്ലാം തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ചോദിച്ചറിഞ്ഞു വരും. ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടായിരിക്കണം ചിലപ്പോൾ എന്താണ് ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫിന് ചിലപ്പോൾ കുറച്ച് നിർദ്ദേശങ്ങൾ പകർന്നു കൊടുക്കാനായിട്ട്. അപ്പൊ ഈ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അതിൽ നിന്നെല്ലാം തന്നെ എന്താണ് അവർക്ക് നല്ല സേവനം കാഴ്ചവെക്കാനായിട്ട് അതാണ് ഇവിടെ എടുത്ത് പറയുന്നത് അല്ലെ. ഏത് തരത്തിലുള്ള സേവനമാണെങ്കിലും വ്യത്യസ്ത പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് സഹകരിച്ചു പോയിട്ട് CRM സോഫ്റ്റ്വെയറിൽ നിന്ന് നല്ലൊരു സേവനം ഓരോ പേഷ്യന്റിനും തൃപ്തികരമായ സേവനം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധ്യമാക്കുന്നു എന്നുള്ളത്. മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ എന്താ പറയുന്നത്, വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് തന്നെ അവർക്ക് നല്ല സേവനങ്ങൾ പ്രദാനം ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കും എന്നുള്ളത്. A hospital or a private practice has many departments that must work in agreement to provide the best patient experience. ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പ്രൈവറ്റ് പ്രാക്ടീസ്. ചിലപ്പോൾ നമുക്ക് അറിയാം ഹോസ്പിറ്റലിലെ സേവനത്തോടൊപ്പം അല്ലെ, ചെറിയ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ചില ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോയി ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നിർദ്ദേശിക്കും. ഉണ്ടാവോ അങ്ങനെയൊക്കെ? ഉണ്ടാവോ ചില ഹോസ്പിറ്റൽ ഇല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ ആ ഒരു അല്ലെ ആ പുറത്തുള്ള സർവീസുമായിട്ട് ഇവർക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സാധ്യമാകുമോ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് തന്നെ ചോദിച്ചതിന് ഇവർക്ക് പകർന്നു കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അതിന് എന്താണ് ഈ CRM സോഫ്റ്റ്വെയർ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് ഇത്തരം സേവനങ്ങൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ് മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. A hospital or private practice has many departments that must work in agreement to provide the best patient experience. Okay, clear ആയോ? രണ്ട് പോയിന്റ് ഓക്കെ ആണോ?
ഓക്കെ ആണോ? ഞങ്ങൾക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. CRM system can also collect and organize the reports that will be beneficial is a healthcare organization. അതായത് ഓർഗനൈസേഷന്റെ അല്ലെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഈ ഒരു CRM സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നതൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അത് എന്തൊക്കെ തരത്തിലുള്ള ഹോസ്പിറ്റലിന്റെ വളർച്ചയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു CRM ഫുൾഫില്ല് ചെയ്യുമ്പോൾ എന്താ കിട്ടുക എന്ന് നോക്കാം. അതായത് ചിലപ്പോഴൊക്കെ നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴൊക്കെ ചില റിപ്പോർട്ടുകൾ കൂടി അവർ തരും. നല്ല ഡോക്ടറിന്റെ സേവനമാണോ, നല്ല സേവനമാണോ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്, അല്ലെ? എന്തെങ്കിലുമൊക്കെ കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. അപ്പൊ നമ്മൾ അതിൽ കുറെ മാർക്കുകളൊക്കെ ചെയ്യും. അപ്പൊ എന്താണ് അവർക്ക് ഹോസ്പിറ്റലിന്റെ നിലവാരം എന്താന്ന് അല്ലെങ്കിൽ അവിടെയുള്ള കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെ നേരിട്ട് കളക്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സംവിധാനം അവിടെയുണ്ട്, അല്ലെ? അപ്പൊ ദീസ് റിപ്പോർട്ട്സ് ക്യാൻ റിഗാർഡിംഗ് പേഷ്യൻസ് റിക്വസ്റ്റ് ഓർ കംപ്ലൈൻസ് റെഫറൻസ് ഓർ ഇന്റേണൽ ഇഷ്യൂസ് ലൈക്ക് മെഡിക്കൽ എക്യുപ്മെന്റ് മാൽഫങ്ഷനിങ്. അതായത് ചിലപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ചിലപ്പോ എന്താണ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് കംപ്ലൈന്റുകളാകാം, എന്തെങ്കിലും റിക്വസ്റ്റുകളാകാം, അല്ലെ? അപേക്ഷകളാകാം, റെഫറൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റേണൽ ആയിട്ടുള്ള അല്ലെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസുകൾ വരുന്നതാകാം, അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റിന്റെ അല്ലെ എന്തെങ്കിലും എക്യുപ്മെന്റിന്റെ ഒക്കെ മാൽഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അപാകതകള് അതെന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കാം അവരിൽ നിന്ന് റിപ്പോർട്ട്സുകൾ തേടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെ? ആ ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫിനെ മനസ്സിലാവും. ആ റിപ്പോർട്ടുകളും നോക്കി കഴിയുമ്പോൾ അറിയാൻ സാധിക്കും ഹോസ്പിറ്റലിന്റെ വളർച്ച, അല്ലെ? എല്ലാവരും നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മോശം വശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യാനും അതിലൂടെ എന്താണ് ഹോസ്പിറ്റലിന്റെ വികസനത്തിന് സാധ്യമായ നടപടികളൊക്കെ സ്വീകരിക്കാനും കഴിയുമെന്നുള്ളത്, അല്ലെ? അപ്പൊ അതാണ് പ്രധാനമായിട്ട് പറയുന്നത്. CRM system can also collect and organize the reports that will be beneficial is a healthcare organization. ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ബെനഫിഷ്യലിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടുകളും കളക്ട് ചെയ്യാനായിട്ട് CRM സിസ്റ്റം കൊണ്ട് സാധിക്കുമെന്നുള്ളത്. ഈ ഒരുപക്ഷെ ഈ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് എന്തൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കാം? പേഷ്യൻസിൽ നിന്ന് വല്ല കംപ്ലൈൻസുകളോ റെഫറൻസുകളോ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ഇഷ്യൂകളോ അതല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റിന്റെ മാൽഫങ്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിച്ച് അല്ലെങ്കിൽ രേഖപ്പെടുത്താനായിട്ട് ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ആ രേഖപ്പെടുത്തിൽ നിന്നും വിശകലനം ചെയ്യുമ്പോൾ അല്ലെ അത് കൃത്യമായിട്ട് തന്നെ ഹോസ്പിറ്റലിന്റെ വളർച്ചയ്ക്ക് വികസനത്തിനൊക്കെ കാര്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. ഇതാണ് സേവ് ടൈം ആൻഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം ഇപ്പൊ എല്ലാവരും തന്നെ ബിസിയാണ്, അല്ലെ? അപ്പൊ ഒരിക്കലും സമയം നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് പരമാവധി എല്ലാവരും ശ്രദ്ധിക്കും. കാരണം എല്ലാവരും വ്യത്യസ്ത കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്, അല്ലെ? ഇപ്പൊ നമ്മൾ ഡോക്ടറിനെ കാണാനായിട്ട് വരുമ്പോൾ എത്രത്തോളം ഡോക്ടർ ഉണ്ടാവുക, അല്ലെ? എത്ര സമയം ഉണ്ടാവും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഏതെങ്കിലും ഡോക്ടേഴ്സ് ഇത്തരം സേവനങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ വരുമോ, അത് എത്രത്തോളം സമയം കഴിയുമ്പോഴേക്കും പോകും, അല്ലെ? ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് അറിയണമെന്ന് ഏതൊരു കസ്റ്റമറും ആഗ്രഹിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അല്ലെ ഈച്ച് ഡോക്ടർ ആൻഡ് നഴ്സ് അറ്റ് യുവർ ഹോസ്പിറ്റൽ ഓർ പ്രൈവറ്റ് പ്രാക്ടീസ് ക്യാൻ ഓട്ടോമേറ്റ് ദിയർ കലണ്ടേഴ്സ് വിത്ത് CRM സോഫ്റ്റ്വെയർ. CRM സോഫ്റ്റ്വെയർ വഴി നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ കൃത്യമായിട്ട് അവരെ ഇൻഫോം ചെയ്യും. ഇന്ന ഡോക്ടർ ഇത്ര ടൈം വരെ ഇരിക്കും, അല്ലെ? ഇന്ന ഡോക്ടറുടെ സേവനം ഇതിനുശേഷം ലഭ്യമാകില്ല. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സമയം അനുസരിച്ചിട്ട് തന്നെ ഓരോ കസ്റ്റമറിനും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. ടൈം റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസിന്റെ കാര്യമാണെങ്കിലും അതാണ് ഉദ്ദേശിക്കുന്നത്, ഡോക്ടറിന്റെ ഒക്കെ ടൈം, അല്ലെ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. റെഡ്യൂസ് എറേഴ്സ് ഇൻ മെഡിക്കൽ ബിൽസ്. അതായത് എററുകൾ അല്ലെ നമുക്ക് തെറ്റുകളെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ അല്ലെ ഒരു ഇൻഷുറൻസ് പേയ്മെന്റ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും എന്താണ് CRM ഫുൾഫിൽ ചെയ്യുന്നത്. അപ്പൊ അതുമൂലം എന്താണ് ഒരുപാട് തെറ്റുകളൊന്നും ഇല്ലാതെ തന്നെ ബില്ലും കാര്യങ്ങളൊക്കെ അല്ലെ നടത്തിക്കൊണ്ടു പോകാനൊക്കെ ആയിട്ട് സാധിക്കും. റെഡ്യൂസ് എറേഴ്സ് പിന്നെ മെഡിക്കൽ ബിൽ CRM ഫുൾഫിൽ ചെയ്യുമ്പോൾ രേഖകളെല്ലാം കളക്ട് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മെഡിക്കൽ ബില്ലിന്റെ എററുകളൊക്കെ കുറച്ച് കണ്ടുവരാനായിട്ട് സാധിക്കും.
Then improve communication. എന്താണ് improve communication എന്ന് പറയുന്നത്? Email automation or SMS makes sure that timely response are sent to patients inbox after they take action in some way. അല്ലെ, നമുക്കറിയാം ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴും കൃത്യമായിട്ട് തന്നെ SMS വഴി അല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ലെ ഏതെങ്കിലും രീതിയിലേക്ക് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താണ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെ ആശയവിനിമയം നടത്താനായിട്ട് ഈ ഒരു CRM സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കും അല്ലെ. നമ്മുടെ സമയത്തിന് കൃത്യമായിട്ട് നമുക്കറിയാം ഇപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നതാണ് അല്ലെ ഇത്തരത്തിലുള്ള ഇമെയിലും SMS ഒക്കെ വഴി കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാതെ നല്ല കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ SMS വഴിയൊക്കെ ചോദിച്ചറിഞ്ഞ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്താനായിട്ടും ഇതുകൊണ്ട് സാധിക്കുമെന്നുള്ളത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. CRM software will allow you to segment your patients based on their health issue, location, age, gender. അതായത് നമ്മള് വിഭാഗം അല്ലെ ഭാഗം തിരിച്ച് തന്നെ അവർക്ക് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം അല്ലെ. ഇപ്പൊ ആദ്യമാണ് തന്നെ മെഡിക്കൽ ആയിട്ടുള്ള ഇൻഫോർമേഷന് മുമ്പ് തന്നെ ബേസിക്കൽ ആയിട്ടുള്ള ജനറൽ ഇൻഫോർമേഷൻസ് ലൊക്കേഷനും ഏജും ജെൻഡറും എല്ലാം തന്നെ ചോദിച്ചറിയാം. അതിനുശേഷം എന്താണ് രോഗത്തിന്റെ ഡിസീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഹിസ്റ്ററി ചോദിച്ചറിയാൻ അല്ലെങ്കിൽ അത് ചോദിച്ചറിയാം. അപ്പൊ ഓരോരുത്തർക്കും എന്തെങ്കിലും സെർച്ച് ചെയ്യേണ്ട കാര്യമൊക്കെ വരുമ്പോൾ അവര് ഏത് ഭാഗത്തേക്കാണോ സെർച്ച് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ട് തന്നെ ഓരോ ഭാഗത്തേക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നോക്കി കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. CRM സോഫ്റ്റ്വെയർ വിൽ അലൗ യു ടു സെഗ്മെന്റ് യുവർ, അതിന് അനുവദിക്കുന്നുണ്ട് എന്ത് സെക്ഷൻ ആയിട്ട് തന്നെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം CRM സോഫ്റ്റ്വെയറിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് അതിന്റെ കോളത്തിനനുസരിച്ചിട്ട് തന്നെ രൂപപ്പെടുത്തിയാൽ മതി, റെക്കോർഡ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും വീണ്ടും എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് ഒക്കെ ചൂസ് ചെയ്യാം അല്ലെ, സെലക്ട് ചെയ്ത് എന്തെങ്കിലും റെഫർ ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രത്യേക ഭാഗം എടുത്ത് മാത്രം നോക്കിയാൽ മതി അല്ലെ. അതൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ്. ലാസ്റ്റ് വൺ നോക്കാം. ഇറ്റ് ഓൾസോ കണക്ട് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫങ്ഷൻസ്. അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് അല്ലെ ഹോസ്പിറ്റലിന്റെ ഏത് ഭാഗത്തേക്കും പോകുന്നത് കൊണ്ട് തന്നെ എല്ലാ സേവനങ്ങളും ഈ ഒരു ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ CRM-ലൂടെ കൊടുക്കുന്ന ഇൻഫോർമേഷൻ കൊണ്ട് സാധിക്കുമെന്നുള്ളത്. ഓക്കെ, ചില പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് പോകാം. ഇതൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് അല്ലെ. CRM ഇത് ഓൾസോ കണക്ട് ഫ്രണ്ട് ഓഫീസ്. എന്താണ് ഓൾസോ കണക്ട് എന്ന് പറയുന്നത്? CRM സോഫ്റ്റ്വെയറിൽ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് അല്ലെ. ഓൾസോ കണക്ട് front office to back office functions. Okay. Just വായിച്ചു നോക്കാം. ഇതിന്റെയൊക്കെ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ചോദിച്ചു കഴിഞ്ഞാലും അല്ലെ ചിലപ്പോഴൊക്കെ ഫസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. മിക്കപ്പോഴും അങ്ങനെ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടാവാറുള്ളൂ. ചില അഡ്വാൻറ്റേജസ് ചോദിക്കാറുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ കണ്ട് അല്ലെ ഇത്തരത്തിലുള്ള ലാസ്റ്റ് പോയിന്റ് അത് മാത്രമൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. പൊതുവെ ക്വസ്റ്റ്യൻ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നോക്കി കൂടുതലും അല്ലെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഉൾപ്പെടുത്തി മോക്ക് ടെസ്റ്റ് ഉൾപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോവുക. ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? എല്ലാവരും സൈലന്റ് ആണോ? റെസ്പോണ്ട് ചെയ്യാം. എവിടെയെങ്കിലും കിട്ടാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം. സ്പീഡ് കൂടുതലുണ്ടോ? അപ്പൊ നമുക്ക് ഈ ഒരു ഓക്കെ
അപ്പൊ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് നോക്കാം. എന്താണ് CRM സോഫ്റ്റ്വെയറിന്റെ സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതിൽ നോക്കുക, അതിലെന്താണ് പ്രധാനമായിട്ടും എല്ലാ കാര്യങ്ങളും അല്ലെ, അവിടെ ചെറിയൊരു സാമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓരോ പേഷ്യന്റിന്റേതായിട്ടുള്ള നെയിമും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ പ്രത്യേകമായിട്ട് തന്നെ വിഭാഗീകരണം ചെയ്ത് തന്നെ കാണിച്ചിട്ടുണ്ട് അല്ലെ. നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ് ഇതെല്ലാമാണ് ആദ്യത്തെ ഇതിലേക്ക് വരുന്നത്. താഴേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ഏത് ടൈമിലാണ് നമ്മൾ വന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യും. വീണ്ടും അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അല്ലെ, രജിസ്ട്രേഷൻ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഏത് മെമ്പർഷിപ്പ് ID കാർഡ് നമ്പർ ഉണ്ടാവും. അതേമാതിരി തന്നെ നെയിം, ഡേറ്റ്, ടൈം അതൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ എന്താണ് ഇപ്പൊ ഈ ഒരു ആരോ കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് വരും അല്ലെ. നമ്മള് ന്യൂറോളജിസ്റ്റ് ആണോ, കാർഡിയോളജിസ്റ്റ് വിഭാഗത്തിലെയാണോ അല്ലെ, അതോ പൾമിനോളജി വിഭാഗമാണോ, ഏത് വിഭാഗത്തിനെയാണോ, ജനറൽ വിഭാഗത്തിലാണോ, ആരെയാണ് കാണാൻ വന്നിരിക്കുന്നത് ആ വിഭാഗത്തിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. അതേമാതിരി തന്നെ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ അതിനോടൊപ്പം തന്നെ ഇതുപോലെ രേഖപ്പെടുത്താനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അല്ലെ അവിടെ സേവ് ചെയ്യുന്നതാണ്. അപ്പൊ ഓരോന്ന് ഇതിനനുസരിച്ചിട്ട് തന്നെ സർവീസുകൾ അനുസരിച്ചിട്ട് തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ അണ്ടറിലുള്ള ആവശ്യമായിട്ടുള്ള രേഖകൾ വരും അല്ലെ. ഇതിപ്പോ ഫസ്റ്റ് ടൈം ആണോ സെക്കൻഡ് ടൈം ആണോ എന്നൊക്കെ ഉള്ള കാര്യം. മെമ്പർഷിപ്പ് ID എന്ന് പറയുന്നത് നമ്മള് അല്ലെ ചീറ്റ് എടുക്കുമ്പോൾ ID നമ്പർ കിട്ടില്ലേ, ഇതാണ് മെമ്പർഷിപ്പ് ID എന്ന് പറയുന്നത്. ഇതായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു പേഷ്യന്റ് ചീറ്റ് എടുക്കുമ്പോൾ ഒരു ID നമ്പർ കിട്ടില്ലേ. OPID അതന്നെ. അത്തരം കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാം വ്യത്യസ്ത ഹോസ്പിറ്റലില് വ്യത്യസ്ത സോഫ്റ്റ്വെയർ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവാം. തീർച്ചയായിട്ടും കുറച്ച് നാളെ നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ എവിടെയാണെങ്കിലും നമ്മൾ ഏത് ഡ്യൂട്ടിക്ക് ആണെങ്കിലും നമ്മൾ കയറിപ്പെടുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് കഴിക്കുക അല്ലെ. അപ്പൊ ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും അതിലേക്ക് തന്നെ പോകാനായിട്ട് പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ കാര്യമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത്തിരി കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടമായതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡാറ്റകളായിരിക്കും കളക്ട് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഒരു മോഡൽ തന്നെയായിരിക്കും. സെപ്പറേറ്റ് വിഭാഗം തിരിച്ച് തന്നെ അവര് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തും. കാരണം ക്വിക്ക് ഇൻഫോർമേഷൻസ് കിട്ടാനായിട്ട് അല്ലെ അവര് സെപ്പറേറ്റ് കാര്യങ്ങളായിരിക്കും സെർച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവരും ജസ്റ്റ് വായിച്ച് നോക്കാം. അല്ലേ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. അതിലെ പ്രധാനമായിട്ട് എന്താണ് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്, എന്താണ് സുപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെ. ഫ്രണ്ട് ഓഫീസിലെ സുപ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് വീണ്ടും എടുത്ത് പറയുന്നത്. ഏതാണ് സുപ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ നോക്കാം. ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. ആദ്യം തന്നെ നമുക്കറിയാം വരുന്ന കസ്റ്റമറിനെ സംതൃപ്തിപ്പെടുത്തണം അല്ലെ. ഏതൊക്കെ കസ്റ്റമർ ആണെങ്കിലും അതിന്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും തിരിച്ചറിയുക, അതിനെ വിശകലനം ചെയ്യുക അല്ലെ. എന്താണ് ഏതൊരു കസ്റ്റമറുടെ, ഒരു പേഷ്യന്റ് ആയിട്ട് വരുന്ന ഏതൊരു കസ്റ്റമറുടെയും ആവശ്യം എന്താണെന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുക, അതിനെ വിശകലനം ചെയ്യുക എന്നതാണ് ഫസ്റ്റ് ഫങ്ഷൻ അല്ലെ. ഏതൊരു ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫിന്റെ മുമ്പിലും ആദ്യം കടന്നു വരുമ്പോൾ നമുക്കറിയാം അവരെ വെൽക്കം ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാവും. തീർച്ചയായിട്ടും പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമർ കൃത്യമായിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് ഫ്രണ്ട് ഓഫീസിന്റെ സ്റ്റാഫ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ എന്താണോ ആവശ്യം അല്ലെങ്കിൽ പ്രശ്നം എന്താണോ അത്
ഐഡന്റിഫൈ ചെയ്യുക, ദെൻ അനലൈസ് ചെയ്യുക, അത് തിരിച്ചറിയുക, അതിനെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുമ്പോൾ റെക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺ ഫോർ കസ്റ്റമർ കംപ്ലൈൻസ്. അതായത് നമുക്കറിയാം ഇതിനിടയില് പരാതികളൊക്കെ ഉണ്ടാവും അല്ലെ, കംപ്ലൈന്റ് നമ്മളിങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണതിന്റെ ഒപ്പം തന്നെ മറ്റൊരു കാര്യമായിട്ട് കസ്റ്റമേഴ്സ് കംപ്ലൈൻസുകളും ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ കോമൺ ആയിട്ടുള്ള ഇതിന്റെ റീസൺ കാരണം എന്താന്നുള്ളത് വിലയിരുത്തണം. ഇങ്ങനെ വരുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ ചോദിച്ച് അവർക്ക് നിർദ്ദേശങ്ങൾ അല്ലെ, അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കസ്റ്റമേഴ്സ് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടാണ് വരണമെങ്കിൽ അല്ലെ, കംപ്ലൈൻസ് ആയിട്ടാണ് വരണമെങ്കിൽ അതിന്റെ കോമൺ റീസൺ എന്താണെന്നുള്ളത് വിശകലനം ചെയ്യണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രോബ്ലംസ് വരണേ എന്നുള്ളത് വിശകലനം ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. നമുക്കറിയാം ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നത് തിക്കും തിരക്കും കൂടുതലാണ് അല്ലെ, ഞങ്ങൾ ആദ്യം വന്നു എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ. മിക്കപ്പോഴും നല്ല എന്താണ് പറയുന്നത്, സീസണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുന്ന ടൈമില്, പ്രത്യേകിച്ച് കാലാവസ്ഥ മാറിയ ടൈമിലൊക്കെ എന്താണ് മിക്കവാറും കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികളുടെ ഇവിടെ അസുഖങ്ങൾ വരുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെ, സ്കൂളുകളൊക്കെ തുടങ്ങി കാലാവസ്ഥ ചേഞ്ച് ആയി മിക്കവാറും അസുഖങ്ങളൊക്കെ വരുന്ന കാലഘട്ടമാണ്. അപ്പൊ എല്ലാവരും ഹോസ്പിറ്റലിൽ സമീപിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ വരുമ്പോൾ തിക്കും തിരക്കൊക്കെ കൂട്ടാനും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ധാരാളം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും ആവശ്യം എന്താന്നുള്ളത് അത് മനസ്സിലാക്കി വിശകലനം ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ കംപ്ലൈൻസ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും അതിന്റെ റീസണും എന്താണെന്നുള്ളത് വിലയിരുത്തേണ്ടതാണ്. Then discover techniques to cultivate and maintain special customer relationship. നമുക്കറിയാം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി അല്ലെ, അവിടെ ഉപഭോക്തൃ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ. ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ദ മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. നല്ല ബന്ധം അല്ലെ, പേഷ്യൻസ് ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സുകളും ഇതിന്റെ ഇടയിൽ അല്ലെ ഡിസ്കവർ കണ്ടെത്തേണ്ടതുണ്ട്. നമുക്കറിയാം ഇങ്ങനെയുള്ള ഇഷ്യൂസുകളൊക്കെ തരണം ചെയ്തുകൊണ്ട് അവിടെയുള്ള പേഷ്യൻസ് കസ്റ്റമേഴ്സിനെ സംതൃപ്തമാക്കി തന്നെ കൊണ്ടുപോകേണ്ട ഒരു മെയിൻ ഡ്യൂട്ടി റിസപ്ഷനിസ്റ്റിനുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. അവിടെയുള്ള കസ്റ്റമേഴ്സ് ആയിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടെക്നിക്സുകളൊക്കെ ഡെവലപ്പ് ചെയ്തു വരേണ്ടതാണ്. Then assess your communication style and use two-way communication skills to level with the people to accept feedback from them and to discuss problems. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇത് എങ്ങനെയൊക്കെയാണെങ്കിൽ അല്ലെ, അവിടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഒരുപക്ഷെ ഞാൻ പറഞ്ഞു അല്ലെ, ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നായിരിക്കും പേഷ്യൻസ് വരുന്നത്. അവരുടെ ലാംഗ്വേജ് വരെ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ നേച്ചറൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലെ. അങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള പേഴ്സൺസ് ആണ് വരുന്നെങ്കിലും അവരോടെല്ലാം തന്നെ നല്ല ആശയവിനിമയം നടത്തി അവരുടെ കാര്യങ്ങള് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലുകള് കഴിവുകള് വളർത്തിക്കൊണ്ട് വരേണ്ടത് റിസപ്ഷനിസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. Then to accept feedback from them. അപ്പൊ ഇത്തരത്തില് നല്ല കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെ. ആൻഡ് ടു ഡിസ്കസ് പ്രോബ്ലംസ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. അപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്തിയെടുക്കുക, ഒപ്പം തന്നെ അവരുടെ ഫീഡ്ബാക്കുകൾ നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക, ഒപ്പം പ്രോബ്ലംസുകളും വിശകലനം ചെയ്ത് ഡിസ്കസ് ചെയ്ത് എന്താണെന്നുള്ളത് നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു അവസരം നേടിയെടുക്കുക എന്നുള്ളത്. ലാസ്റ്റ് പറയുകയാണെങ്കിൽ ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലംസ് ഇൻ യുവർ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ലൈ ട്രീറ്റ്മെന്റ്. അതായത് പ്രശ്നങ്ങൾ തിരിച്ച് അറിഞ്ഞ് അല്ലെ, സ്പെസിഫിക് പ്രോബ്ലംസ് ഇൻ യുവർ കസ്റ്റമർ, ഒരു കസ്റ്റമറിന്റെ സ്പെസിഫിക് പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അവർക്ക് കൃത്യമായ ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെ. ഒരു രോഗി വരികയാണ്, ഈ പറഞ്ഞ മാതിരി അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയുന്നതിന്റെ ഒപ്പം ചിലപ്പോൾ കംപ്ലൈൻസുകളും അവർ അതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്യും. ഈ കംപ്ലൈൻസിന് അല്ലെ നമ്മളിപ്പോ അങ്ങനെയാണ് അല്ലെ, റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ പല പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതോടൊപ്പം തന്നെ പ്രോബ്ലംസും അവര് ചോദിച്ചെന്നിരിക്കും, പറഞ്ഞെന്നിരിക്കും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഞാൻ നേരത്തെ വന്നതാണോ, ഞാൻ ടൈം എടുത്ത് വന്നതാണ്, എനിക്ക് ഇന്ന ഡോക്ടറെ കാണേണ്ടതാണ്, ടെസ്റ്റും കാര്യങ്ങളും അല്ലെ, പല പല ഇഷ്യൂസും അവർ അതിന്റെ ഇടയ്ക്ക് പറയും അല്ലെ.
അപ്പൊ ഈ പ്രോബ്ലംസും കേൾക്കാനായിട്ടുള്ള സന്നദ്ധ ഇവർക്ക് ഉണ്ടാവണം. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഉണ്ടായാൽ മാത്രമാണ് ഈ പ്രോബ്ലംസിനും അവർക്ക് ചെയ്യുന്ന സൊല്യൂഷൻസ് ഈ റിസപ്ഷനിസ്റ്റിനെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ വീണ്ടും ലാസ്റ്റ് പോയിന്റിൽ എടുത്ത് പറയുകയാണ് യുവർ കസ്റ്റമർ അല്ലെ, നമ്മുടെ ഓരോരുത്തരെയും ആ റിസപ്ഷനിസ്റ്റിന്റെ കസ്റ്റമറിന്റെ പ്രോബ്ലം, സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം, തീർച്ചയായിട്ടും അവരെ ട്രീറ്റ്മെന്റുമായിട്ടാണ് ശരിക്കും ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ സ്പെസിഫിക് പ്രോബ്ലം എന്താണെന്ന് അതിലൂടെ കണ്ടെത്തുകയും അവരുടെ ഈ ഡിസ്കഷനിലൂടെയൊക്കെ ആദ്യാദ്യ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് തരണം ചെയ്ത് കൊടുക്കുന്നു, പ്രോബ്ലംസുകൾക്ക് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുന്നു, സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് നല്ല ട്രീറ്റ്മെന്റും വാഗ്ദാനം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്രണ്ട് ഓഫീസറുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ പല പ്രവർത്തനങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ നടത്തേണ്ടതുണ്ട്. മെയിൻ ആയിട്ട് അവർക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ്, നല്ലൊരു സേവനം ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിസപ്ഷനിസ്റ്റ് ഭാഗത്തുനിന്ന് ഉള്ളത് എല്ലാം തന്നെ അവർ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ആണോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ? പറയാം. ഓക്കെ, ഒന്നുകൂടി പറയാം. ഓക്കെ, നോക്കാം. ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. അതായത് നമ്മള് ഒരു കസ്റ്റമർ ആയിട്ട് അല്ലെ, നമ്മള് ഇപ്പൊ ചിലപ്പോ അവർക്ക് ഒരു കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നവര് എല്ലാവരും ഒരേപോലെയുള്ള നേച്ചറോട് കൂടിയായിരിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അവര് ചിലര് എന്താണ് വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി തരണമെന്നില്ല. റിസപ്ഷനിസ്റ്റ് ചോദിക്കുന്നതിലൊന്നും വ്യക്തമായിട്ടുള്ള മറുപടികളൊന്നും തരണമെന്നില്ല. കാരണം നമ്മൾ നേരത്തെ കണ്ടു, ഒരുപക്ഷെ പെയിനോട് കൂടിയിട്ട് അക്ഷമരായിട്ടായിരിക്കും, അല്ലെങ്കിൽ പേടി അല്ലെ, ഉത്കണ്ഠയും ജിജ്ഞാസയോടുകൂടിയൊക്കെ ആയിരിക്കും അവര് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയണമെങ്കിൽ ചില ടെക്നിക്കുകൾ ഈ റിസപ്ഷനിസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ അവരെ സ്വാധീനിപ്പിച്ചിട്ട് വേണമായിരിക്കാം ഇൻഫോർമേഷൻസ് നേടിയെടുക്കേണ്ടത്. അതേസമയം നമുക്കറിയാം പല ഡ്യൂട്ടികളും അല്ലെ, ഹോസ്പിറ്റലിലെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ടെക്നിക്സ്, ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്, ആ കസ്റ്റമറായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏത് ടെക്നിക്ക് ഉപയോഗിക്കണം അല്ലെ. അവരെ ശാന്തമായിട്ട് അല്ലെങ്കിൽ അവരൊന്ന് റെസ്പെക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ ഒന്ന് സമാധാനിപ്പിച്ചിട്ടോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവരിൽ നിന്ന് വിവരങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ഒരു ടെക്നിക്ക്, അത് കണ്ടെത്തിയെടുക്കേണ്ടതും ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. ആരുടെ? ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം തന്നെയാണ്. നമുക്ക് എനിക്ക് ഇങ്ങനെയാണ് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അദ്ദേഹത്തിന് നല്ലൊരു സർവീസ് അല്ലെ, റിസപ്ഷനിസ്റ്റിന് നല്ല സേവനം അവിടെയുള്ള എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ നേച്ചറും കൂടെയും ചേഞ്ച് ആക്കേണ്ടതായിട്ട് വരും അല്ലെ. ഒരുപക്ഷെ കസ്റ്റമറിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മളുടെ അല്ലെ സ്വാഭാവികമായിട്ടുള്ള നേച്ചറുകൾ, സ്വഭാവ സവിശേഷതകളിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ആ വ്യക്തികൾക്ക് സിമ്പതിയും എമ്പതിയും ഒക്കെ ഉണ്ടായിരിക്കണം അല്ലെ, വിനയം ഒക്കെ ഉണ്ടായിരിക്കണം. ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണമെങ്കിൽ ചില ടെക്നിക്കുകൾ കൂടി അദ്ദേഹം നേടിയിരിക്കേണ്ടതുണ്ട് എന്നുള്ളത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? കസ്റ്റമർ കാരണം നല്ല കസ്റ്റമർ ആയിട്ടുള്ള ഒരു നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് ഇത്തരം ടെക്നിക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. കാരണം നല്ല ബന്ധം സ്ഥാപിച്ചില്ലെങ്കിൽ നല്ല സേവനം ആ ഹോസ്പിറ്റലിൽ നിന്ന് പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസ് പിന്നീട് വരാനായിട്ട് തയ്യാറാവുകയും ഇല്ല. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് നല്ല ടെക്നിക്സുകൾ കണ്ടെത്തുക എന്നുള്ളത്.
ഫോർത്ത് പോയിന്റ് നോക്കുകയാണെങ്കിൽ അസസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ആൻഡ് യൂസ് ടു-വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടു ഡെവലപ്പ് വിത്ത് പീപ്പിൾ. അതായത് നമ്മളെ വിലയിരുത്താം അല്ലെ, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസുകൾ എന്ന് വെച്ചാൽ ആശയവിനിമയം നടത്തുന്ന സ്റ്റൈൽസ്. ചിലരെ നമുക്കറിയാം, ചിലരെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളെപ്പോഴും അല്ലെ, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തുടങ്ങി എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അവരെ കണ്ടുപിടിക്കും ഇവരെ കണ്ടുപിടിക്കുന്നൊക്കെ ഇല്ലേ, അങ്ങനെ പറയാറില്ലേ? ഇപ്പൊ നമ്മുടെ പിള്ളേരോടൊന്നും പറഞ്ഞ് നടക്കില്ല, കാരണം അവര് അല്ലെ അങ്ങനത്തെ ആ സ്റ്റൈലൊക്കെ മാറി. എങ്കിൽ കൂടി ചിലത് കണ്ടുപിടിക്കേണ്ടതുണ്ട് അല്ലെ, കുറെ നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലേ കണ്ടുപിടിക്കാനായിട്ട് തയ്യാറാവേണ്ടതുണ്ട്. അത് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് വിലയിരുത്തേണ്ടതാണ്. ചിലരില് ചില രീതിയെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ചിലരിൽ ഹർഷായിട്ട് അല്ലെ, ചില എന്താ പറയുക നമ്മളെയും കൂടിയും കബളിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പേഴ്സൺസും ഉണ്ടാവാം, റിസപ്ഷനിസ്റ്റിനെയും കൂടിയും കബളിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പേഴ്സൺസ് ഉണ്ടാവാം. അവരോട് സ്ട്രോങ് ആയിട്ടുള്ള നിലപാടിന് പക്ഷെ സ്വീകരിക്കേണ്ടതായിട്ടും വരും. അപ്പൊ പലതരത്തിലെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ആൻഡ് യൂസ് ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ടു ലെവൽ വിത്ത് പീപ്പിൾ അല്ലെ, ഓരോ പീപ്പിളിന്റെ ലെവൽ അനുസരിച്ചിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് നമ്മൾ അല്ലെ അത് പാലിച്ചു കൊണ്ടുപോവേണ്ടതുണ്ട്. ടു ആക്സെപ്റ്റ് ഫീഡ്ബാക്ക് ഫ്രം ദം, അവരിൽ നിന്ന് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ടു ഡിസ്കസ് പ്രോബ്ലംസ്, അതോടൊപ്പം തന്നെ പ്രോബ്ലംസുകളെല്ലാം നമ്മൾ അല്ലെ, നമ്മളിപ്പോ ചിലപ്പോ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നതിന്റെ ഒപ്പം ചില പ്രോബ്ലംസും കൂടി അവർ പറയും അല്ലെ, ആ പ്രോബ്ലംസിനും ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. അതായത് ഓരോ കസ്റ്റമറിനെയും സാറ്റിസ്ഫൈഡ് ആക്കാൻ തക്ക വിധത്തില് ഉള്ള ഒരു ചേഞ്ചിങ് ആയിട്ടുള്ള ഹാബിറ്റ് അല്ലെങ്കിൽ ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു നേച്ചർ ഓരോ റിസപ്ഷനിസ്റ്റിനും ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഓഫീസിലെ പ്രവർത്തനങ്ങൾ അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം. പ്രധാനമായിട്ടുള്ള പ്രവർത്തനം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ, അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, അതൊരു നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല ടെക്നിക്സ് യൂസ് ചെയ്യുക, നന്നായിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ചോദിച്ച് ചെയ്യുക, പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു. ഇനി ശരിയായിട്ടുള്ള അല്ലെ പ്രവർത്തനങ്ങൾ എന്നുള്ള ആ ഒരു അജണ്ടയിൽ എന്തൊക്കെയാണ് പെടുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ രജിസ്ട്രേഷൻ പെടുന്നുണ്ട്. നെക്സ്റ്റ് ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ് പറയുന്നുണ്ട്, ക്യാഷ് കളക്ഷൻ ഉണ്ട്, ഇൻഫോർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ് ഉണ്ട്, റിപ്പോർട്ട് മേക്കിംഗ് ഉണ്ട്. അത്തരത്തിലുള്ള 5 പോയിന്റ്സ് ആണ് ഇതിലുള്ളത്. റിപ്പോർട്ട് മേക്കിംഗ്, ഇൻഫോർമേഷൻസ് ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്, ക്യാഷ് കളക്ഷൻ, ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്, ഫസ്റ്റ് വൺ രജിസ്ട്രേഷൻ. ഓക്കെ, നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാം. രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ദ പേഷ്യന്റ് ഓർ ഗസ്റ്റ് കമ്മിങ് ഫോർ ട്രീറ്റ്മെന്റ് ഓർ വില്ലിംഗ് ടു ഷോ എ കൺസൾട്ടന്റ്. ഇതിലെന്താ പറയുന്നത്, രജിസ്ട്രേഷനിൽ നമ്മൾ എന്താ പറയുന്നത് അല്ലെ, പരിചരണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടിയാലോചിക്കാൻ വേണ്ടി ഡോക്ടറിന്റെ ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനോ വേണ്ടിയിട്ട് വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ഗസ്റ്റിന് രജിസ്ട്രേഷൻ ആണ് ആദ്യത്തെ ഒരു ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. രജിസ്ട്രേഷൻ ഗസ്റ്റിൽ പറയുന്നു ദ ഹോസ്പിറ്റൽ നീഡ്സ് ടു കീപ് എ കംപ്ലീറ്റ് രജിസ്റ്റർ ഓഫ് ഗസ്റ്റ് എസെൻഷ്യൽ ഫോർ ദ അതർ ഡിപ്പാർട്ട്മെന്റ് ആസ് വെൽ. അതായത് ജസ്റ്റ് ഒരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പേര് ഏജ് അത് മാത്രം രേഖപ്പെടുത്തുക എന്നല്ല ഇവിടെ രജിസ്ട്രേഷനിൽ നടപ്പാക്കുന്നത്. മറ്റു ഡിപ്പാർട്ട്മെന്റിനും കൂടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി കളക്ട് ചെയ്യേണ്ടതുണ്ട് അല്ലെ. മറ്റു ഡിപ്പാർട്ട്മെന്റിനും കൂടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ബില്ലിംഗ് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇദ്ദേഹം ഒരു ഇൻഷുറൻസ് ഉള്ള വ്യക്തിയാണോ എന്നൊക്കെ അറിയേണ്ടതുണ്ട് അല്ലെ. ഉണ്ടാവില്ലേ ഉണ്ടാവും. ഓക്കെ, അതുമാതിരി തന്നെ ഡോക്ടേഴ്സിനാണെങ്കിലും നമുക്കറിയാം മെഡിക്കൽ ഹിസ്റ്ററി അറിയണമെന്നുണ്ടാവും. ഉണ്ടാവില്ലേ, ഡോക്ടേഴ്സിന് മെഡിക്കൽ ഹിസ്റ്ററി അറിയണമെന്നുണ്ടാവും. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള സ്റ്റാർട്ടിങ് എവിഡൻസുകൾ ചിലപ്പോ അറിയണമെന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റിനും കൂടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഈ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നേടേണ്ടതുണ്ട്, റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. ദ ഹോസ്പിറ്റൽ നീഡ്സ് ടു കീപ് എ കംപ്ലീറ്റ് രജിസ്റ്റർ ഓഫ് ഗസ്റ്റ് എസെൻഷ്യൽ ഫോർ അതർ ഡിപ്പാർട്ട്മെന്റ് ആസ് വെൽ. അതില് എടുത്തു പറയുന്ന മെഡിക്കൽ റെക്കോർഡ്, അഡ്മിഷന്, ബില്ലിങ്, വാർഡ് ഓർ ഡയഗ്നോസ്റ്റിക്, അതർ. അതായത്
എന്തെങ്കിലും അല്ലെ നമ്മൾ അവരുടെ മെഡിക്കൽ റെക്കോർഡും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അല്ലെ ഇന്ന ടൈമില് ഇന്ന പേഷ്യന്റ് ഇന്ന സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്നു അല്ലെ ആ ഒരു അഡ്മിഷൻ കാര്യങ്ങൾ രേഖപ്പെടുത്തണം. ബില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫോർമേഷൻസ്, ഇൻഷുറൻസ് പാക്കേജ് ഒക്കെ ഉള്ള വ്യക്തിയാണോ, ഏജ് ഓവർ ആയതാണോ അല്ലെ, കുട്ടികളുടെ അഡൽട്സ് പ്രായത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അല്ലെ എന്തെങ്കിലുമൊക്കെ ഡിഡക്ഷൻ അവൈലബിൾ ആയിരിക്കുക പേഴ്സൺ ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബില്ലിംഗ് കാര്യങ്ങൾക്കൊക്കെ ആവശ്യമാണ്. ദെൻ വാർഡ് ഓർ ഡയഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ എന്തെങ്കിലും അഡ്മിഷൻ ഇൻ കേസ് ഇപ്പൊ ഒരു സർജറിക്ക് വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഒരു വാർഡിലാണോ കിടക്കുന്നത്, കേസ് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ രോഗനിർണയത്തിന് വേണ്ടി വരുന്നിരിക്കുന്ന പേഷ്യന്റ് ആണോ, അപ്പൊ എന്താണോ ഡീറ്റെയിൽസ് അത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതേഴ്സ് എന്ന് പറയുമ്പോൾ മറ്റേത് ഡീറ്റെയിൽസ് ആണ് അല്ലെ, ഡയാലിസിസിന് വേണ്ടിയിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അത്തരം കാര്യങ്ങൾ. അപ്പൊ എന്താണോ ഇൻഫോർമേഷൻസ് പേഷ്യന്റിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടത് അതെല്ലാം രജിസ്ട്രേഷൻ ഗസ്റ്റില് മതിയായ കാര്യങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? രജിസ്റ്ററിംഗ് ഗസ്റ്റ് എല്ലാം എടുത്തു പോകണമെന്നില്ല. ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ കിടത്തി ചികിത്സിക്കാവുന്നതാണ്, എടുത്ത് വരുന്നില്ലുള്ളൂ. ഇൻപേഷ്യന്റ് medical records. Okay, the hospital needs to keep a complete register of guests essential for other department also. Then medical record, admission, billing, ward diagnostic, others. Okay, registration ആണ് ഇപ്പൊ നമ്മൾ എടുത്തത്. Then next എന്ന് പറയുമ്പോൾ എന്താണ് ഡാറ്റ നീഡ് ഫോർ രജിസ്ട്രേഷൻ. അതിൽ വീണ്ടും ഒരു അടുത്തൊരു ഘട്ടം വരുന്നുണ്ട്. Personal data, any information relating to an identified or identifiable natural person. എക്സാമ്പിൾ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ എക്സെട്ര. ഓക്കെ, നമ്മളിപ്പോ സാധാരണ രീതിയിലുള്ള ഡാറ്റകളാണ് ഇതിലെ പേഴ്സണൽ ഡാറ്റ എന്നുള്ളവര് വിഭാഗീകരണത്തിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ. അതിൽ പ്രധാനമായിട്ടും പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെയാണ് കളക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഡാറ്റകളൊക്കെയാണ് എന്താണ് രജിസ്ട്രിംഗ് ഗസ്റ്റിൽ വരുന്നത്. ഓക്കെ, രജിസ്ട്രേഷൻ ഗസ്റ്റ്. ഇനി നെക്സ്റ്റ് നോക്കുമ്പോൾ അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് വിഭാഗീകരണം തിരിച്ച് തന്നെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. അടുത്തൊരു ഘട്ടം നോക്കുകയാണെങ്കിൽ ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്. അതായത് ഹോസ്പിറ്റലിലെ പേഷ്യന്റ് അല്ലെങ്കിൽ കസ്റ്റമർ വരുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അവർക്ക് അറിയണമെന്നുണ്ട് അല്ലെ. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്കറിയാം ഒരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങൾ ചില ഹോസ്പിറ്റലിലൊക്കെ എല്ലാം തന്നെ അല്ലെ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ കളക്ട് ചെയ്തിട്ട് അവർക്ക് ഓപ്പറേഷന് മുമ്പ് കൊടുക്കേണ്ടതുണ്ടാവും. അങ്ങനെ ഉണ്ടാവില്ലേ? ഇങ്ങനെ ഉണ്ടാവുമോ? നമ്മളോട് ഇന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഇൻഫോർമേഷൻസ് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിഷന് വരുമ്പോൾ ഈ ഓപ്പറേഷന് വരുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ മേടിച്ചവരെ കളക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അല്ലെ. ചില ഓപ്പറേഷൻ കാര്യങ്ങൾക്കൊക്കെ താരിഫ് ഒക്കെ ഉണ്ട്. താരിഫ് എന്ന് വെച്ചാൽ ടാക്സേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാം അല്ലെ. നമ്മളെ കേന്ദ്രത്തിന്റെയും അതേമാതിരി തന്നെ സംസ്ഥാനത്തിന്റെയൊക്കെ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അല്ലെ അതിന്റെ ആ ഒരു സെൻട്രൽ ടാക്സ് ഡീൽ ചെയ്യുന്നതുണ്ട്. അതേമാതിരി തന്നെ കേരളത്തിന്റെ സ്റ്റേറ്റിന്റേതായിട്ടുള്ള ടാക്സ് ഡീൽ ചെയ്യുന്നതൊക്കെ GST-യും SST അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ട് തന്നെ ടാക്സേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന കാര്യങ്ങൾക്കൊക്കെ ഇത്രയും 100% ടാക്സ് ഈടാക്കുന്നുണ്ട്. അപ്പൊ അത്തരം പേയ്മെന്റുകൾ കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് ഇത്രയും തുക വരുന്നത് അല്ലെ. ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ കൃത്യമായ നിർദ്ദേശങ്ങൾ പേഷ്യൻസിന് പകർന്നു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരം ഇൻഫോർമേഷൻസ് അവർക്ക് പകർന്നു കൊടുക്കാം. സീനിയർ സിറ്റിസൺ ക്ലബ്ബ്, അതായത് നമുക്ക് ചില പേഴ്സൺസ് അല്ലെ ഇത്രയും ഏജ് ഓവർ ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ ചില ഡിഡക്ഷൻസ് ഒക്കെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ചിലയിടത്തു നിന്നൊക്കെ ഫ്രീ ആയിട്ട് അല്ലെ ചില ഡയാലിസിസും കാര്യങ്ങളൊക്കെ ചില ട്രീറ്റ്മെന്റ് ഒക്കെ ഫ്രീ ആയിട്ടൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആനുകൂല്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്ത് കൊടുക്കുക. അതർ പാക്കേജസ്, വേറെ ഏതെങ്കിലും പാക്കേജുകൾ ഉണ്ടെങ്കിൽ അല്ലെ അതൊക്കെ ആ ഇൻഫോർമേഷൻസ് ഒക്കെ കസ്റ്റമേഴ്സിന് കൊടുക്കുക. ദെൻ അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി, ഡയഗ്നോസ്റ്റിക്. അതായത് ചിലപ്പോൾ ലബോറട്ടറികൾ നിങ്ങൾ ഇന്ന സമയത്ത് നിങ്ങൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക് മുന്നോടിയായിട്ട് ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും. അല്ലെങ്കിൽ വീട്ടില് SMS വഴി അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടൊക്കെ റിപ്പോർട്ട് കിട്ടും. അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കസ്റ്റമേഴ്സിന് കൊടുക്കുക. ഡയഗ്നോസ്റ്റിക്കുമായി ബന്ധപ്പെട്ടാണെങ്കിൽ രോഗനിർണയവുമായി ബന്ധപ്പെട്ട്
അല്ലെ, ഇന്ന MRI ചെയ്യാനായിട്ടുള്ള സൗകര്യം എവിടെയുണ്ട്, CT ചെയ്യാനായിട്ടുള്ള സൗകര്യം എവിടെയുണ്ട്, ഇന്ന സമയത്ത് വന്നാൽ മതി, അങ്ങനെയൊക്കെയുള്ള എല്ലാ നിർദ്ദേശങ്ങളെല്ലാം കസ്റ്റമേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ കസ്റ്റമർ അല്ലെ നമ്മുടെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എമർജൻസി ഓർ ഇൻപേഷ്യന്റ്, പെട്ടെന്ന് എമർജൻസി സേവനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അല്ലെങ്കിൽ അഡ്മിഷൻ ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടെങ്കിൽ അല്ലെ, അഡ്മിറ്റ് ആയിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന ടൈമില് ഇന്ന ഇന്ന സ്ഥലത്താണ് അല്ലെ, ഇന്ന കാര്യങ്ങളാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ, നടപടിക്രമങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ ഫോം ഫില്ലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ എന്താണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? 2 പോയിന്റ് നമ്മൾ എടുക്കുന്നുള്ളൂ. ജസ്റ്റ് വായിച്ചു നോക്കാം, ബാക്കി നമുക്ക് നെക്സ്റ്റ് ദിവസം കണ്ടിന്യൂ ചെയ്യാം. വായിച്ചു നോക്കാം. ആണോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എങ്ങനെ ഡൗട്ടുകളുണ്ടോ? ഓക്കെയാണ്. താങ്ക് യു മാം. Thank you, ma'am. ആർക്കെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. താരിഫ് മീൻസ് ടാക്സേഷൻ ആണ്, ടാക്സുമായി ബന്ധപ്പെട്ട വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഓക്കെ, ബൈ.